നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസിൽ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് പോലീസ്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ SHO സരിന് സസ്പെൻഷൻ. പ്രതി രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. കോട്ടയം സ്വദേശിനിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തി. കാസർഗോഡ് പടന്നക്കാട് തട്ടിക്കൊണ്ടുപോയ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന മെഡിക്കൽ റിപ്പോർട്ട്. സ്വർണം കവർന്ന ശേഷം അക്രമികൾ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചു. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. സംസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടം തടയാൻ പോലീസ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ വ്യാപക പരിശോധന. തൃശൂരിലെ ഗുണ്ടാ പാർട്ടിയിലും കാപ്പ പ്രതികളുണ്ടെന്ന് സംശയം. തിരുവനന്തപുരം വെള്ളറടയിൽ വീടിന് നേരെ ആക്രമണം. നാട് ഗുണ്ടകളുടെ നിയന്ത്രണത്തിലെന്ന് VD സതീശൻ. രാജ്യസഭാ സീറ്റ് തർക്കത്തിന് പിന്നാലെ ജോസ് കെ മാണിക്കായി ചൂണ്ടയിട്ട് കോൺഗ്രസ് മുഖപത്രം. കേരള കോൺഗ്രസ് എമ്മിന് വീക്ഷണം ലേഖനത്തിലൂടെ UDF-ലേക്ക് ക്ഷണം. ഘടകകക്ഷികൾക്ക് പിന്തുണ നൽകാത്തതാണ് CPM ചരിത്രമെന്നും ഓർമ്മപ്പെടുത്തൽ. കേരള കോൺഗ്രസിനെ കുറിച്ച് ആരും ആകുലപ്പെടേണ്ട എന്ന് റോഷി അഗസ്റ്റിൻ. ആരെയും ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് VD സതീശൻ. +1 സീറ്റ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ലീഗ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം അംഗീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ. മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമമെന്ന് V ശിവൻകുട്ടി. എല്ലാ കുട്ടികൾക്കും സീറ്റ് ഉറപ്പാക്കും. ഡ്രൈവിംഗ് സ്കൂൾ സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയം. പരിഷ്കാരത്തിൽ സമൂല മാറ്റം വരുത്തുമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. കടലുണ്ടിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ശരീരത്തിൽ അമീബ കയറി. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ. തെരഞ്ഞെടുപ്പിനിടെ രാജ്യത്ത് CAA നടപ്പാക്കി കേന്ദ്ര സർക്കാർ. 14 പേരുടെ അപേക്ഷ അംഗീകരിച്ച് പൗരത്വം നൽകി. ആഭ്യന്തര സെക്രട്ടറി പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആദ്യ പൗരത്വ സർട്ടിഫിക്കറ്റ് പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്ക്. വിശദമായ വാർത്തകളിലേക്ക്. പന്തീരാങ്കാവിൽ നവവധുവിനെ പീഡിപ്പിച്ച കേസിൽ SHOയ്ക്ക് സസ്പെൻഷൻ. പന്തീരാങ്കാവ് SHO S സരിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഉത്തരമേഖല IG-യാണ് ഉത്തരവിട്ടത്. അതേസമയം കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയാണ്. ACP സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. പെൺകുട്ടിയുടെ പറവൂറുള്ള വീട്ടിലെത്തിയാണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയാണ് അന്വേഷണ സംഘം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, സാജു എബ്രഹാം, ACP സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടിയുടെയും അച്ഛന്റെയും സഹോദരന്റെയും മൊഴിയെടുപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി അമ്മയുടെ കൂടി മൊഴിയെടുക്കാനുണ്ട്. അതിലെ ഉള്ള പ്രൊസീഡിങ്സിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. ഇന്ന് ആണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയും അവർ പെൺകുട്ടിയുടെ പറവൂറുള്ള വീട്ടിലെത്തി മൊഴിയെടുക്കൽ നടത്തുകയും കൂടിയാണ്. ഇതിനിടെ പോലീസിനെതിരെ അങ്ങേയറ്റം വലിയ വിമർശനം ഉയർന്നതോടെ പോലീസിനും പ്രത്യേകിച്ചും പന്തീരാങ്കാവ് SHOയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്നതിനെ തുടർന്ന് SHOയെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഉത്തരമേഖല DGP-യാണ്, ഉത്തരമേഖല IG-യാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയായാലും SHO AS സരിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുള്ള ഒരു നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയുമായി കൂടുതൽ മൊഴിയെടുത്ത ശേഷം കൂടുതൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതി രാഹുൽ ഒളിവിലാണ്.
രാഹുലിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മ നമ്മളോട് സംസാരിച്ചതനുസരിച്ച് ഈ രാഹുൽ ബാംഗ്ലൂർ വഴി ഇന്നലെ സിംഗപ്പൂരിലേക്ക് കടന്നു കളഞ്ഞു എന്നൊരു ആരോപണം കൂടിയുണ്ട്. രാഹുൽ പുറത്തേക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി പൂർണ്ണമായും രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിന്റേതാണ്. പ്രത്യേകിച്ചും പോലീസിനെതിരെ ഇത്തരം രൂക്ഷമായ ഒരു വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ആ വിമർശനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് SHOയ്ക്കെതിരെയുള്ള ഈ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും SHO സരിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ ചോദ്യം ചെയ്യൽ മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അമ്മയുടെ മൊഴി എടുക്കാനുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഇതിൽ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാകുന്ന കാര്യത്തെപ്പറ്റി പറയാൻ കഴിയുക. ആര്യ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം പ്രതിയുടെ വിവാഹ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കോട്ടയത്ത് പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കല്യാണത്തിന് മുമ്പ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തി. കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ പണത്തിനായി സമ്മർദ്ദം ചെലുത്തിയതോടെ വിവാഹ ചടങ്ങിൽ നിന്ന് കുടുംബം പിന്മാറുകയായിരുന്നു. ഈ വിവരം മറച്ചുവെച്ചാണ് പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. രാഹുൽ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ അമ്മ പറഞ്ഞു. അമ്മയും സഹോദരിയും ഇതിന്റെ ഫോട്ടോ എടുത്തുവെന്നും പെൺകുട്ടിയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. പുതിയ അന്വേഷണ സംഘത്തെ കേസ് ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു. ഇന്നലെ മോൾ എന്നോട് പറഞ്ഞു എന്ന് വെച്ചാൽ അവൾ ഒന്നാമത്തെ കാര്യം അവൾക്ക് കറക്റ്റ് ഒരു ഇതിലോട്ട് വന്നിട്ടില്ല. അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ ആരും അറിയാത്തൊരു കാര്യം ഞാൻ അമ്മനോട് പറയട്ടെ. അപ്പം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു, രാഹുലേട്ടൻ്റെ അമ്മയും കൂടി നിർബന്ധിപ്പിച്ച് ബിയർ കുടിപ്പിച്ചു. എന്നിട്ട് രാജേഷിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവനത് ഒഴിച്ചു കൊടുത്തില്ല. വേറൊരു ദിവസം സിഗരറ്റ് വലിപ്പിച്ചിട്ട് അതും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇന്നേ വരെ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പലരോട് ചോദിച്ചു ഇത് പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന്, നാളെ ചിലപ്പോൾ വരാൻ പോണത് മോള് മയക്കുമരുന്നും ബിയറൊക്കെ കഴിച്ചതിൻ്റെ പേരിലാണ് ഇടിച്ചതെന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയും കൂടി അവർ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ഭാഗ്യം, നാളെ ഒരു മാസം എൻ്റെ മകൾ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായിട്ട് അവളുടെ ജീവിതം പോകുമായിരുന്നു. ഇവൻ ഇതിക്ക് മുമ്പും പല പെൺകുട്ടികളെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 12-ാം തീയതി ഇവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അടുക്കടാളൻ ചടങ്ങുമായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാക്കിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണെന്നും പിന്നെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണെന്നും അതിൻ്റെ ബിസിനസ് തന്നെ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പോൾ ഇവള് തിരുവനന്തപുരത്തെ ടാറ്റ ലെക്സി എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ 10,000-3000 ആളുകളുണ്ട്. ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമാണ്. പിന്നെ ഇതിക്ക് മുമ്പ് കല്യാണക്കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രാത്രിയിൽ ഏതോ ഒരാൾ ഈ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ ഇതിൽ വന്നു. അത് ഇവനോടൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ എന്ന് വെച്ചാൽ മദ്യലഹരിയിലാണല്ലോ. അപ്പോൾ ഈ ഇത്തരം ആളുകളായിട്ട് ഇവൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് പിന്നീട് അവനെടുക്കുന്നത്. അവനൊരു സംശയരോഗിയായിട്ടാണ്. ആ സംശയരോഗിക്ക് ഈ മദ്യലഹരിയിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പിടിപാടില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പെൺകുട്ടിയെ ആക്ഷേപിച്ച് രാഹുലിന്റെ അമ്മയും രംഗത്ത് വന്നു. വീട്ടിൽ നിന്ന് എല്ലാവരെയും ഇറക്കിവിടാൻ യുവതി ശ്രമിച്ചു. യുവതിയെ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടില്ലെന്നും രാഹുലിന്റെ ആദ്യ വിവാഹം കഴിഞ്ഞുവെന്നും പ്രതിയുടെ അമ്മ പറഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. അതെന്താ അങ്ങനെ വിവാഹത്തിനും കൊണ്ടുപോകാനുള്ളതിനെ കൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അപ്പം വിവാഹം കഴിഞ്ഞാണ്, ആദ്യത്തെ വിവാഹം കഴിഞ്ഞാണ് അല്ലേ? താലിയൊന്നും കെട്ടിയിട്ടില്ല, വിവാഹമായിട്ട് കഴിഞ്ഞിട്ടുമില്ല. ആ ബന്ധം രജിസ്ട്രേഷൻ കഴിഞ്ഞാണ് ഇവർ ആ ബന്ധം വേർപ്പെടുത്തിയിട്ടാണോ ഈ രണ്ടാമത് വിവാഹം? കടലാസൊക്കെ കൊടുത്ത് കടലാസ് കുറിച്ചോ നല്ലൊരു ഡൈവോഴ്സ് ലഭിച്ചിരുന്നില്ല? ചെയ്തു. അല്ല, ഡൈവോഴ്സ് പേപ്പർ കിട്ടിയായിരുന്നു? വിവാഹം അത് 2-3 ദിവസം കൂടെ കിട്ടുള്ളെന്ന് പറഞ്ഞു. അപ്പോഴത്തേനാണല്ലേ ഡേറ്റ് വന്നത്. അല്ല, പക്ഷെ അതപ്പോൾ നിയമവിരുദ്ധമല്ല. ഒരു വിവാഹ ബന്ധം വേർപ്പെടുത്തി അതിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കും മുമ്പ് മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റല്ലേ? അത് ഞങ്ങൾ പറയാമോ? എനിക്ക് മൊത്തം രാഹുൽ ഇപ്പൊ എവിടെ ഉണ്ട്?
പുറത്താണ്. കേരളത്തിലുള്ള ഇവിടെ തന്നെയുണ്ട്. അവന് ഈ കോഴിക്കോട് വിട്ട് പോയിട്ടില്ല. കോഴിക്കോട് വിട്ട് എവിടെയും പോയിട്ടില്ല, പോകില്ല. കുട്ടീനെ അടിച്ചെന്നുള്ളത് പറഞ്ഞ സത്യമാണ്. അതാണ് ഞങ്ങൾ അവിടെ രണ്ടുപേരും കൂടെ വർക്കുണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതാണ്. അല്ലാതെ സ്ത്രീധനത്തിന്റെ പേരിൽ കുട്ടീനെ മർദ്ദിച്ചു. പോലീസുകാര് ഫ്രണ്ടാണോ, രാഹുലിന്റെ സുഹൃത്തുക്കളാണോ? അല്ലേ, ഒരു 5 വല്ല ഒരു 10 വല്ല 15 വല്ല ഈ കല്യാണം പ്രമാണിച്ച് മോന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയ പൈസ. കോട്ടയത്തെയും ഈ പറവൂരിലെ ഒറ്റ ദിവസമാണ് കണ്ടത്. എന്നിട്ട് കോട്ടയത്തെ നിങ്ങൾ നിശ്ചയിക്കുന്നു? കോട്ടയത്തെ നിശ്ചയിക്കുന്നു. രജിസ്ട്രേഷൻ ചെയ്യുന്നു? അല്ല, നിശ്ചയം കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറഞ്ഞത് അടിച്ചെന്നാ പറഞ്ഞത്. അമ്മ ഞാൻ നെറ്റിക്കെട്ട് അടിച്ചതല്ല, അടിക്കാൻ ചെന്നപ്പോ ഇങ്ങനെ കൈ ഓങ്ങി ചെന്നപ്പോഴത്തേനും ഇങ്ങനെ കുഞ്ഞ് തിരിഞ്ഞപ്പം ചുമരെ പോയി അടിച്ചെന്നാ പറഞ്ഞത്. പിന്നെ അല്ലാതെ ഞാൻ അടിച്ചെന്ന് പറയുന്നുണ്ട്. അല്ല, ബെൽറ്റ് കൊണ്ടൊന്നും അടിച്ച കഥ പറഞ്ഞു. കൈ കൊണ്ട് അടിച്ചു. അത് സ്റ്റേഷനും പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റം അവൻ പറഞ്ഞിരിക്കുന്നു, അവൻ ചെയ്തത് അവൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മൂടി വെച്ചിട്ട് ഒരു നീതിയും വേണ്ട. പെൺകുട്ടി ഗുരുതരമായ പീഡനത്തിന് ഇരയായെന്ന് കമ്മീഷനിൽ ലഭിച്ച പരാതിയിൽ വ്യക്തമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റവും പരാതിയിലുണ്ട്. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിനും പോലീസ് സേനയ്ക്കും അപമാനമെന്നും പി സതീദേവി പറഞ്ഞു. പന്തീരാങ്കാവിലെ പ്രതിയെ രക്ഷിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിനെന്ന് പ്രതിപക്ഷ നേതാവ്. ഒരു പെൺകുട്ടിക്ക് ഇത്ര ക്രൂരമായ അനുഭവം ഉണ്ടായിട്ട് നടപടിയെടുക്കുവാനായില്ലെങ്കിൽ എന്തിനാണ് കേരളത്തിൽ പോലീസെന്നും വി ഡി സതീശൻ ചോദിച്ചു. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായെന്ന മെഡിക്കൽ റിപ്പോർട്ട്. ഇന്നലെ രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുകയാണ്. ബൈജു, ഏറെ ഞെട്ടിപ്പിച്ച വാർത്തയാണ്. അതിൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് വൈകുന്നേരത്തോടുകൂടി വരികയുമുണ്ടായി. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, IG, DIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നിരുന്നു. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കാസർഗോഡ് ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതിയെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഇതിൽ ഏറ്റവും വേദനാജനകം ഈ പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിരിക്കുന്നു എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ വൈകിട്ട് 5 മണിയോടുകൂടി പുറത്തു വന്നു. എന്തായാലും നമ്മൾ കരുതിയതുപോലെ രാവിലെ ഈ കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനാണ് തട്ടിക്കൊണ്ടുപോയെന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വൈകിട്ടോടുകൂടി ലൈംഗിക അതിക്രമം നടന്നു എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നു. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഉയരുന്നത്. കാരണം വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന ഒരു പെൺകുട്ടി, അതും 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ എടുത്തു കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരവസ്ഥ, അത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഏതായാലും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇതിൽ ഒന്നിലധികം പ്രതികളുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ വീടിന് തൊട്ട് സമീപത്തായുള്ള ഒരു വീട്ടിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വ്യക്തത കുറവ് ഉണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാലും രൂപസാദൃശ്യമുള്ള 3 പേരെ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും ഈ കേസിൽ പ്രതിയെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ജില്ലയിലുണ്ട്. ഇത്തരത്തിൽ ഈ പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും പ്രതി കാണാമറയത്ത് തന്നെയാണ്. പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ സംഭവം നടക്കുന്നതിന് പുലർച്ചെ 2:30 ഈ കുട്ടി വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ മുത്തശ്ശന്റെ കൂടെയായിരുന്നു കിടന്നുറങ്ങിയത്. മുത്തശ്ശൻ പാൽ കറക്കാനായി പശുവിനെ കറക്കാനായി ഈ പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ഈ അക്രമി ഈ വീടിനകത്തേക്ക് കയറുന്നത്. അതിനുശേഷം ഈ കുട്ടിയെ കൊണ്ട് പുറകുവശത്തെ വാതിലൂടെ കടന്നു കളിയായിരുന്നു. അതിനുശേഷം ഒരു 500 മീറ്റർ അകലെ മാത്രം ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമായത്. കുട്ടി പിന്നീട് വീട്ടുകാരുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ ആശുപത്രിയെ പ്രവേശിപ്പിച്ചത്. ആര്യ, ശരി. കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാൻ സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ പരിശോധന. കാപ്പ ചുമത്തിയ പ്രതികളെ റെയ്ഡിൽ കണ്ടെത്തും. ആഗ് ഡി ഹണ്ട് പദ്ധതികളുടെ ഭാഗമായാണ് റെയ്ഡ്. പരിശോധനയിൽ തിരുവനന്തപുരം നേമത്ത് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കാക്കാമുല സ്വദേശി അഖിലിനെയാണ് പിടികൂടിയത്. ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് റെയ്ഡെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. വരും ദിവസങ്ങളിലും വ്യാപക പരിശോധന തുടരുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാട് നീങ്ങുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ്. ഗുണ്ടകൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ പോലീസ് സഹായം ചെയ്യുന്നു. ഗുണ്ടകൾക്ക് CPM രാഷ്ട്രീയ രക്ഷകർതൃത്വം നൽകുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും VD സതീശൻ ആരോപിച്ചു.
കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് സ്വാഗതം ചെയ്ത് കോൺഗ്രസ് മുഖപത്രം. അവഗണന നേരിട്ട് LDF-ൽ തുടരരുതെന്നും ഘടകകക്ഷികൾക്ക് പിന്തുണ നൽകാത്തതാണ് CPM-ന്റെ ചരിത്രമെന്നും കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ പറയുന്നു. എന്നാൽ വീക്ഷണത്തിലെ എഡിറ്റോറിയൽ പരാമർശത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ അവസ്ഥയാണ് കേരള കോൺഗ്രസിന് എന്ന ആമുഖത്തോടെയാണ് വീക്ഷണം പത്രത്തിൽ ആ മുഖപത്രം ആരംഭിക്കുന്നത്. അതിൽ തന്നെ വേദന ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ LDF-ന്റെ ഭാഗത്ത് നിന്ന് CPM-ന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ കേരള കോൺഗ്രസിലുണ്ടായിട്ടും ജോസ് കെ മാണിയുടെ സംസ്ഥാന മന്ത്രിയാകാനുള്ള അത്യാർത്ഥിയാണ് പാർട്ടി പിളർത്തി അവരെ ഇടത് പാളയത്തിൽ എത്തിച്ചത് എന്ന വിമർശനവുമുണ്ട്. ഒരേ സമയം തല്ലും തലോടലുമായാണ് ഈ ലേഖനം പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ പ്രാതിനിധ്യം ഇല്ലാത്ത അവസ്ഥ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലേഖനം അവസാനിക്കുന്നിടത്താണ് കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇനിയും കടന്നുവരാൻ അവസരമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ നേതാക്കൾ ഒന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല, അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ ആരെയും നിയോഗിച്ചിട്ടുമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചതെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമല്ല, അത് കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ഔദ്യോഗികമായ ഒരാവശ്യമല്ല. ഞങ്ങൾ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്യണം, അതിനുശേഷം UDF ചർച്ച ചെയ്യണം, എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യരുത്. ഇപ്പോൾ അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. UDF-ലേക്കുള്ള ക്ഷണം തള്ളി റോഷി അഗസ്റ്റിൻ. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം എഴുതുന്ന സ്വഭാവം കേരള കോൺഗ്രസിനില്ല. കേരള കോൺഗ്രസിനെ കുറിച്ച് ആരും വ്യാകുലപ്പെടേണ്ട. ഇടതുമുന്നണി നല്ല സംരക്ഷണം നൽകുന്നുണ്ടെന്നും രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ ആശങ്കയില്ലെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം എഴുതുന്ന സ്വഭാവം കേരള കോൺഗ്രസിനില്ല. ഒന്ന്, കേരള കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ആർക്കാ സംശയം? ഞങ്ങൾ ആരും അപേക്ഷ കൊടുത്തു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കമന്റ്സ് പറഞ്ഞോ? ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം, ഞങ്ങൾക്കൊരു സന്തോഷം. ഞങ്ങളൊക്കെ മറന്നുപോയില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു വെക്കുന്നത് നല്ലതാണെന്നുള്ളതിന് അപ്പുറത്തോട്ട് കഴിഞ്ഞകാല ദുരന്തം വരുത്തി വെച്ചതിന്റെ ഇതിനെ അനുഭവിക്കുന്നതിന്റെ സങ്കടത്തിൽ മുഖ്യം ചെയ്യുന്നത് മാത്രമാണ്. ഇത് നിലപാടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ തുടർച്ചയല്ലേ ഇന്ന് കേരളത്തിൽ കാണുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. അത് ഞങ്ങൾ സന്തുഷ്ടരായിട്ടിരിക്കുക. ഞങ്ങൾക്ക് എന്തിനാ ഇതിനെക്കുറിച്ച് പറയാനിരിക്കുന്നത്? +1 സീറ്റ് വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. കൂടുതൽ ബാച്ച് എന്ന ആവശ്യം പരിഗണിക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം അംഗീകരിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചിരുന്നു. 18-ന് കോഴിക്കോട് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയാകും പ്രക്ഷോഭ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുക. ജില്ലയിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഗവൺമെന്റ്. ഏതാനും സ്ഥലങ്ങളിൽ ചില സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഉപരിപഠനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും സീറ്റ് ഉറപ്പാക്കും. മലപ്പുറം ജില്ലയിൽ നേരത്തെ അനുവദിച്ചിരുന്ന സീറ്റുകൾ 53,236 ആണ്. ഇതിൽ 22,600 സീറ്റുകൾ സർക്കാർ മേഖലയിലും 19,350 സീറ്റുകൾ എയ്ഡഡ് മേഖലയിലും 11,286 സീറ്റുകൾ അൺഎയ്ഡഡ് മേഖലയിലുമാണ് ഉള്ളത്. അഡീഷണൽ ബാച്ച് അനുവദിക്കുക വഴി ലഭ്യമാക്കിയ സീറ്റുകൾ 6,105 ആണെന്ന് മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ സർക്കാർ. ഗതാഗത മന്ത്രിയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ തന്നെ ടെസ്റ്റിന് തൽക്കാലത്തേക്ക് ഉപയോഗിക്കും. നന്നായി വാഹനം ഓടിക്കാൻ അറിയാവുന്നവർ മാത്രം ലൈസൻസ് എടുത്താൽ മതിയെന്നാണ് സർക്കാർ നിലപാട്. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കും. ഡ്രൈവിംഗ് പഠനത്തിന് വ്യത്യസ്ത ഫീസ് ഈടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. പരമാവധി ടെസ്റ്റുകൾ KSRTCയുടെ സ്ഥലങ്ങളിലേക്ക് മാറ്റാനും യോഗത്തിൽ തീരുമാനമായി.
ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് വ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ CITUവിന്റെയും BMSന്റെയും INTUസിന്റെയും പ്രതിനിധികളുമായും വിശദമായ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംയുക്ത സമരസമിതി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായി സംഘടനകൾ മുമ്പോട്ട് വെച്ച ആവശ്യത്തിൽ സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് 15 വർഷം കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഇനി ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരുന്നു. അത് 18 വർഷമായി ഉയർത്തിയിരിക്കുകയാണ്. 18 വർഷം ആണ് ഇനി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ വരെ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നാണ് പുതിയ വ്യവസ്ഥ. അതോടൊപ്പം തന്നെ ഒരു MVAയുടെ കീഴിൽ ദിവസേന നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം അത് 40ആയി നേരത്തെ ചുരുക്കിയിരുന്നു. അതിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇനി തിരക്കേറിയ സ്ഥലങ്ങളിൽ 2 MVAമാരുള്ള സ്ഥലങ്ങളിൽ 80 ടെസ്റ്റ് വരെ നടത്താം എന്ന തരത്തിലാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ആശയം. അതോടൊപ്പം തന്നെ ഈ എച്ചെടുത്തതിന് ശേഷം മാത്രം റോഡ് ടെസ്റ്റ് നടത്തിയാൽ മതി എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുന്നതിനുള്ളൊരു നീക്കവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ ഒരു നയം ലൈസൻസ് എടുക്കാൻ പ്രാപ്തരായവർ മാത്രം, അതായത് വാഹനം മികച്ച രീതിയിൽ ഓടിക്കുമെന്ന് ഉറപ്പാക്കിയവർ മാത്രം ലൈസൻസ് എടുത്താൽ മതി എന്നാണ് എന്നും ഗതാഗത മന്ത്രി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം ഈ മുഴുവൻ, അതായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടാകത്തില്ല, അത്തരത്തിലൊരു ഒരു നീക്കവും ഉണ്ടാകത്തില്ല എന്നും ഗതാഗത മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൽക്കാലം അത് അനുവദിക്കുകയാണ്. അപ്പോൾ പക്ഷേ ക്വാളിറ്റി ഉയരും. തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ്, നല്ല വണ്ടി ഓടിക്കാൻ അറിഞ്ഞ ആളുകളുടെ ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളതാണ്. അതിനോട് ഡ്രൈവിംഗ് സ്കൂളുകളിലെ എല്ലാ സംഘടനകളും യോജിച്ചു. അവരും അത് ചെയ്യുകയാണ്. പിന്നെ മാത്രമല്ല, ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെന്റ് ഉണ്ടായി എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വയ്ക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. അതവർ അംഗീകരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട, ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു. അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല. ടെസ്റ്റ് നടക്കുമ്പോൾ, ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല, ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ എല്ലാ സ്ഥലത്തും വയ്ക്കും. ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും. ടെസ്റ്റ് കഴിയുന്നുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും. 3 മാസം വരെ സൂക്ഷിക്കും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അത് എടുക്കും. പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയെന്ന് നോക്കും. കാരണം 2 വശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണത്തക്ക രീതിയിലും. അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തരങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞൂടി മുട്ടിയെങ്കിലും ഒരാൾക്കും തൊഴിൽ പോകത്തില്ല. എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷെ ഡ്രൈവിംഗ് പഠിച്ച് 5 വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളത്. നിലവിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും നാളെ മുതൽ തന്നെ വീണ്ടും ഈ ടെസ്റ്റുകൾ പുനരാരംഭിക്കുന്നതിനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും തൊഴിലാളി സംഘടനകളുടെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ഭാഗത്തുനിന്ന് ഉറപ്പാക്കുന്നതിനുള്ള നീക്കവും സർക്കാർ തലത്തിലും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മെയ് 2-ന് തുടങ്ങിയ പ്രതിഷേധമാണ് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം താൽക്കാലികമായെങ്കിലും ഒരു വിരാമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡാൻ ഗുരിയന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് വെന്റിലേറ്ററിൽ ഉള്ളത്. കടലുണ്ടിപ്പുഴയിൽ കുളിച്ചപ്പോൾ അമീബ ശരീരത്തിൽ കടക്കുകയായിരുന്നു. നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളും നമ്മൾ വലിയവരും ഒക്കെ അലക്കാനും അതുപോലെ കക്ക വാരാനും ഒക്കെ നമ്മൾ മീൻ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കടവാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത്. വർഷങ്ങളായി നമ്മൾ ഇവിടെ കുളിക്കാറും ഇതൊക്കെ അലക്കാറും എല്ലാം ഉണ്ട്. ഇവിടെ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്നു. മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് രോഗബാധ ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. രോഗബാധ ഏറ്റവും രൂക്ഷമായ മലപ്പുറം, എറണാകുളം ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നടപടികൾ ശക്തമാക്കി. രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്താനും ഹോട്ടലുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം നൽകാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ക്ലിക്ക് കേസിൽ ഡൽഹി പോലീസിന് കനത്ത തിരിച്ചടി. പ്രബീർ പുരകായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമെന്ന് കോടതി നിരീക്ഷിച്ചു. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുരകായസ്ഥയെ ഉടൻ വിട്ടയക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. UAPAയ്ക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് പ്രബീർ പുരകായസ്ഥയെ 2023 ഒക്ടോബർ 3-ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്.
ഇനി അന്താരാഷ്ട്ര വാർത്തകളുമായി കൃഷ്ണേന്ദു ചേരും. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഇസ്രായേലിലേക്ക് $1 ബില്യൺ ആയുധങ്ങളും വെടിക്കോപ്പുകളും ബൈഡൻ ഭരണകൂടം നൽകുന്നു. 3500 ബോംബുകൾ, ടാങ്ക്, വെടിമരുന്ന്, സൈനിക വാഹനങ്ങൾ, മോർട്ടാർ റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ ഇസ്രായേലിനായി $1 ബില്യൺ പുതിയ ആയുധ ഇടപാടുകൾ ബൈഡൻ ഭരണകൂടം പരിഗണിക്കുന്നുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആയുധ കൈമാറ്റം ഈ മാസം ആദ്യം നിർത്തിവെച്ചതിന് ശേഷം ഭരണകൂടം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ആയുധ കയറ്റുമതിയാണിത്. ഈ പാക്കേജിൽ ടാങ്ക്, വെടിയുണ്ടകൾക്കായി ഏകദേശം $700 മില്യൺ, വാഹനങ്ങൾക്ക് $500 മില്യൺ, മോർട്ടാർ റൗണ്ടുകൾക്ക് $60 മില്യൺ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയുധങ്ങൾ എപ്പോൾ അയക്കുമെന്ന് സൂചനയില്ല. ഈ ആയുധ കൈമാറ്റം നിലവിൽ കോൺഗ്രസിന്റെ മുൻപിലുള്ള സൈനിക സഹായ ഇടപാടിന് പുറമെയാണ്. യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിലേക്കുള്ള ഏറ്റവും വലിയ കൈമാറ്റങ്ങളിൽ ഒന്നാണിത്. ഗാസയിൽ യുദ്ധത്തിൽ നിന്ന് 500,000-ലധികം ആളുകൾ പലായനം ചെയ്തതായി UN. ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ റഫയിലും വടക്കൻ ഗാസയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ 500,000-ലധികം പലസ്തീനികൾ പലായനം ചെയ്യപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള റഫയിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 4,50,000 പലസ്തീനുകളെ പുറത്താക്കിയതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി അറിയിച്ചു. ഗസയിൽ യുദ്ധത്തിന്റെ നിഴലിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യദിനം. ഗസയിലെ യുദ്ധം കാരണം രാജ്യം വൈകാരികമായ ഒരു അനുസ്മരണ ദിനം അടയാളപ്പെടുത്തി ഈ വർഷം ചെറുതും നിശബ്ദവുമായിട്ട് ഇസ്രായേൽ ചൊവ്വാഴ്ച സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുൻ വർഷങ്ങളിൽ എന്ന പോലെ രാജ്യത്തുടനീളമുള്ള പാർക്കുകളിൽ ബാർബിക്യൂ ഉപയോഗിച്ചാണ് ഇസ്രായേലികൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററികൾ, സോളാർ സെല്ലുകൾ എന്നിവയ്ക്ക് 100% നികുതിയുമായി US. ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാറ്ററികൾക്കും സോളാർ സെല്ലുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾക്കും മറ്റു സാധനങ്ങൾക്കും പുതിയ നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കൻ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കുന്ന ചൈനയെ പിടികൂടാൻ ഉദ്ദേശിച്ചാണ് പുതിയതായി അധിക നികുതി ചുമത്തിയിരിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ താരിഫുകൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2024 പ്രാബല്യത്തിൽ വരുന്നവയിൽ സോളാർ സെല്ലുകൾ, സിറിഞ്ചുകൾ, സൂചികൾ, സ്റ്റീൽ, അലുമിനിയം എന്നിവയും EVകളും EV ബാറ്ററികളും ഉൾപ്പെടുന്നു. ഇന്ത്യൻ UN ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സംഭവം വിശദീകരണവുമായി ഐക്യരാഷ്ട്രസഭ. UN വാഹനം പ്രദേശത്തുകൂടി കടന്നു പോകുന്ന വിവരം മുൻകൂട്ടി ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചിരുന്നതായി ഐക്യരാഷ്ട്രസഭ വക്താവ് വ്യക്തമാക്കി. ഗസയിൽ സുരക്ഷിതമായ ഒരിടവുമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്നും വക്താവ് ചൂണ്ടിക്കാട്ടുന്നു. റഫ മേഖലയിൽ നിന്ന് ഖാൻ യൂനസ് ഏരിയയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയാണ് UN ഉദ്യോഗസ്ഥരുടെ സംഘം ആക്രമണത്തിന് ഇരയായത്. ഐക്യരാഷ്ട്രസഭയുടെ വാഹനമായിരുന്നിട്ടും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ മുൻ ഇന്ത്യൻ സൈനികനും യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫുമായ വൈഭവ് അനിൽ ഖാലെ കൊല്ലപ്പെടുകയും മറ്റൊരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ ആദ്യ UN ഉദ്യോഗസ്ഥനാണ് വൈഭവ് അനിൽ. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ തദ്ദേശീയരായ 190 UN അംഗങ്ങൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ദുഃഖം രേഖപ്പെടുത്തി. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,700 രൂപ, പവന് 53,600 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,590 രൂപ, പവന് 44,720 രൂപ. വെള്ളി ഗ്രാമിന് 91 രൂപ, കിലോഗ്രാമിന് 91,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ അഴക് വിരിയിച്ച് നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങൾ മനോഹര കാഴ്ചയാണ്. ജാക്രാന്ത പൂക്കൾ തീർത്ത വയലറ്റ് വസന്തം പടിയിറങ്ങിയതിന് പിന്നാലെയാണ് ചുവപ്പ് വസന്തം. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പച്ചപ്പിന് നടുവിൽ ചുവപ്പ് വിരിച്ച് ഗുൽമോഹർ. മൂന്നാറിലെ താഴ്വരകൾ മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. അവധിക്കാലമായതോടെ ഒരുപാട് സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. ചുവപ്പിന് പുറമെ മഞ്ഞ, വയലറ്റ് നിറങ്ങളിലുള്ള പൂക്കളുമുണ്ട്. മഴ പെയ്തു തുടങ്ങുന്നതോടെ പൂക്കൾ കൊഴിയും. പാതയോരത്തെ ഗുൽമോഹർ മരങ്ങളുടെ തണലിൽ വിശ്രമിച്ചും ചിത്രങ്ങൾ പകർത്തിയും മനം നിറഞ്ഞാണ്
മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ മടങ്ങുന്നത്. ന്യൂസ് 18 മൂന്നാർ.